Hello dear students, നമ്മൾ ഇന്ന് കാണുന്നത് Ampere's lawയിലുള്ള ഇൻകൺസിസ്റ്റൻസിയും ആൻഡ് മാക്സ്വെൽസ് മോഡിഫിക്കേഷനുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാക്സ്വെല്ലിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻസ് കണ്ടു. ആ റിലേഷൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ തൊട്ട് മുകളിലായിട്ട് കാണാൻ കഴിയുന്നത്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ മാക്സ്വെൽസ് റിലേഷൻ എന്ന് പറയുന്ന റിലേഷൻസിലേക്ക് നമുക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ആംപിയേഴ്സ് ലോയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉള്ളതായിട്ട് മാക്സ്വെല്ല് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേൾ ഈക്വേഷൻസ്, രണ്ട് കേൾ ഈക്വേഷൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ. ഈ രണ്ട് കേൾ ഈക്വേഷൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സ്വെല്ലിന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കേൾ ഈക്വേഷൻ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഈ ഇക്വേഷൻ നോക്കിയ സമയത്ത് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചിനനുസരിച്ചിട്ട്, ദാറ്റ് ഇസ് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഗിവ് റൈസ് ടു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഫസ്റ്റ് കേൾ ഈക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കൂടെ എന്നുള്ള മാക്സ്വെല്ലിൻ്റെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ രണ്ട് കേൾ ഇക്വേഷൻസും മാക്സ്വെൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതും അതിൽ നിന്ന് ആംപിയേഴ്സ് ലോയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉള്ളതായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് നമ്മുടെ കേൾ ഇക്വേഷൻസ് തന്നെ ആദ്യം ഒന്നുകൂടി കൺസിഡർ ചെയ്യാം. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്ന കേൾ ഇക്വേഷൻ എടുത്തു. ഈ കേൾ ഇക്വേഷൻസിൻ്റെ ഡൈവർജൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് മേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ടേക്ക് ഡൈവർജൻസ് ഓഫ് ഇക്വേഷൻ 1. ഓക്കെ, ഇപ്പോൾ എന്താ കിട്ടുക? ഡൈവർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായി? ഡെൽ ഡോട്ട് മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ബി. ഇവിടെ ഒന്ന് ഓർഡർ മാറ്റി എഴുതിയെന്ന് മാത്രമാണ്. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളത് ആ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദിസ് ഇസ് വാട്ട് ഡൈവർജൻസ് ഓഫ് കേൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡൈവർജൻസ് ഓഫ് കേൾ ഈസ് ഓൾവേസ് 0. ഡൈവർജൻസ് ഓഫ് കേൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ബി. ഓക്കെ, വീണ്ടും നമ്മൾ പഴയ മാക്സ്വെല്ലിൻ്റെ ബിഫോർ ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ ഡെൽ ഡോട്ട് ബിക്ക് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് 0, എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യൽ ആയാൽ തന്നെ മതി എന്താണ് 0 എന്ന് കിട്ടാൻ. അപ്പോൾ LHSഉം RHSഉം എന്താണ്? ഈക്വലാണ്, രണ്ടും 0 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് മാക്സ്വെല്ല് ചെയ്ത് നോക്കിയത്. അതേപോലെ മാക്സ്വെൽ അടുത്തൊരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്, ആംപിയേഴ്സിൻ്റെ ഇക്വേഷൻ. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പറയുന്ന ആംപിയേഴ്സ് ലോ. ഈ ലോ മാക്സ്വെൽ എടുക്കുന്നു, ഇതിൻ്റെയും ഡൈവർജൻസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൈവർജൻസ് എടുത്ത് എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് മ്യൂ 0 ജെ. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ്, ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ കേൾ അല്ലേ, ഡൈവർജൻസ് ഓഫ് കേൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി? 0. ഡൈവർജൻസ് ഓഫ് കേൾ ഈസ് ഓൾവേസ് 0. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്താണ്. മ്യൂ 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഡെൽ ഡോട്ട് ജെ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. ദിസ് ഈസ് നോട്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. Question of continuity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ടോട്ടൽ ചാർജ് ഇസ് ഓൾവേസ് കൺസേർവ്ഡ് എന്ന് പറയുന്ന കൺസർവേഷൻ ഓഫ് ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ദാറ്റ് ഈസ് വാലിഡ്, അത് ഇപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ജെ 0 അല്ല. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു നോൺ സീറോ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ എഴുതിയിട്ടുള്ള മുകളിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനിലാണ് പറയുന്നത്. മുകളിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡ് നോൺ സീറോ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ ഹിയർ LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ ഇവിടെ ഈ ഇക്വേറ്റ് ചെയ്തെന്ന സിമ്പൽ എഴുതുന്നത് തെറ്റല്ലേ? LHS ഓഫ് എബവ് ഇക്വേഷൻ 0 ആണ്, ഡൈവർജൻസ് ഓഫ് കേൾ 0 ആണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതാണ് എന്ത് ആംബിയസ് ലോയിലുള്ള ഇൻകൺസിസ്റ്റൻസി. നമ്മൾ ആംബിയസ് ലോ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0j ആണെന്ന് പറഞ്ഞു, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഈ ആംബിയസ് ലോ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ഡൈവർജൻസ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് നോൺ സീറോ ആയിട്ട് വരും. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെഫർഡ് ആസ് ഇൻകൺസിസ്റ്റൻസി. ദർ ഇസ് ആൻ ഇൻകൺസിസ്റ്റൻസി in Ambius law, and this is the inconsistency of Ambius law. Left hand side 0 ആയി പോയി, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് 0 അല്ല. LHS is not equal to RHS. ഓക്കെ, അപ്പോൾ ഈ ലോയിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും മാക്സ്വെല്ലിൻ്റെ ബിഫോർ ഉണ്ടായിരുന്ന ഗോസസ് ലോ നമ്മൾ എടുക്കുകയാണ്. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ആ ഇക്വേഷൻ ഒന്ന് എടുക്കുകയാണ്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇതിൽ നിന്ന് റോ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ സാധിക്കും? റോ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് ഇ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ റോയ്ക്ക് പകരം ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, ഇവിടെ റോ ഉണ്ടല്ലോ, ആ റോയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെൽ ഡോട്ട് ജെ, റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ഡോ ബൈ ഡോട്ട് ടി ഓഫ് എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ എന്ന് വരും അല്ലേ? ഇത് നമുക്കൊന്ന് ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെയും ഡെൽ ഡോട്ടും ഉണ്ട്, ഡോ ബൈ ഡോട്ട് ഇയും ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു പൊസിഷനും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? മൈനസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ട് ഇ കിട്ടും അല്ലേ? മൈനസ് ഉണ്ട്, ഡെല്ല് ആദ്യം എഴുതി, പിന്നെ ഡോട്ട് ഡെൽ ഡോട്ട് ഉണ്ട്, കാരണം ഡെല്ല് കഴിഞ്ഞാൽ ഉടൻ ഡോട്ട് പ്രൊഡക്റ്റ് ഡൈവർജൻസ് ആണ്. അപ്പോൾ ഡോട്ട് ഇടാൻ മറക്കരുത്. പിന്നെ എപ്സിലോൺ 0, ശരിക്കും പറഞ്ഞാൽ എപ്സിലോൺ 0 ഡെൽ ഡോട്ട് എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാലും അതിന് പുറത്ത് എഴുതിയാലും ഒരേ എഫക്റ്റ് ആണ്, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അങ്ങനെ എഴുതിയതാണ് മൈനസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ എന്നുള്ളത്. അപ്പോൾ ഇനി രണ്ട് സൈഡിലും ഡെൽ ഡോട്ട് ആണല്ലോ. അപ്പോൾ ഡെൽ ഡോട്ട് ഉള്ള ടേമുകളെയൊക്കെ ഞാനൊരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഡെൽ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ, ഞാൻ ഇവിടെ ഇക്വേഷൻ ഇതിന് 3 എന്നുള്ളൊരു നമ്പർ കൊടുക്കുന്നു. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷന് 4 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 3യിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെൽ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഡൈവർജൻസ് ഓഫ് കേൾ ആണ്, അതെപ്പോഴും 0 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി, ഇത് 0 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3യുടെ LHS എന്ന് പറയുന്ന ഭാഗം അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ്സ് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിലും ഡെൽ ഡോട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടും സെയിം ഫോമാറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം എന്ന് എഴുതി കൂടെ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു കാര്യം കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്നുള്ളതിൽ ഇപ്പോഴത്തെ ഒരു μ0 എന്നുള്ളൊരു ടേം ഉണ്ട് കേട്ടോ. അപ്പോൾ
ലൈക്ക് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി ഇവിടെ പറയാം. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, ആക്ച്വലി നമ്മുടെ ഈക്വേഷൻ ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതിയതൊന്ന് നമുക്ക് മാറ്റി എഴുതാം. μ0 ഇൻറ്റു ഡെൽ ഡോട്ട് ജെ എന്നായിരുന്നു. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്, പക്ഷേ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, ഈക്വൽ ടു 0 ആണ് അല്ല. അപ്പോൾ ഈ μ0 എന്ന് പറയുന്ന ഒരാൾ കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനത്തിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്, ഈ ഈക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാണ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ഡെൽ ഡോട്ട് ജെ എന്നുള്ള സാധനമാണ്. ഇവിടെ μ0 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഡെൽ ക്രോസ് ബി ബൈ μ0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഉള്ളിൽ എഴുതിയാലും പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. ഡെൽ ഡോട്ട് ജെ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഇത് ഞാൻ ചെയ്തത് ഇക്വേഷൻ 3 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇക്വേഷൻ 3. അപ്പോൾ ഡെൽ ക്രോസ് ബി ബൈ μ0 ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ എന്നുള്ള രീതിയിലാണ് വന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് എന്താ, ഡെൽ ഡോട്ട് ജെ എന്തല്ല, ഡെൽ ഡോട്ട് ജെ ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS 0 ആണ്, RHS ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമുക്ക് പ്രശ്നം വന്നത് അല്ലേ. അത് തീർക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഇവിടെ ഇൻകൺസിസ്റ്റൻസി റിമൂവ് ചെയ്യാനാണ്. റോയ്ക്ക് പകരം ε0 ഡെൽ ഡോട്ട് ഇ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ നമ്പർ 4 കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ നമുക്ക് എന്തായിട്ട് എഴുതാം, 5 ആയിട്ട് എഴുതാം. ഇക്വേഷൻ നമ്പർ 5ൻ്റെ LHS ഓഫ് ഇക്വേഷൻ 5 ഈസ് 0. അല്ല, എന്താണ്, ഡൈവർജൻസ് ഓഫ് കേളാണ്. അപ്പോൾ ഡെൽ ക്രോസ് ബി ബൈ μ0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഞാനത് 6 ആയിട്ട് എഴുതുന്നു. അതേപോലെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ഉം കമ്പയർ ചെയ്യുന്നു. ഓക്കെ, കമ്പയർ ഇക്വേഷൻ 4 ആൻഡ് 6. ഇക്വേഷൻ 4 എന്താ, ഡെൽ ഡോട്ട് ജെ പ്ലസ് ε0 ഡോ ഇ ബൈ ഡോട്ട് ഈക്വൽ ടു 0. ഇക്വേഷൻ 6 ആണെങ്കിൽ ഡെൽ ക്രോസ് ബി ബൈ μ0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഡെൽ ഡോട്ട് ജെ പ്ലസ് ε0 ഡോ ഇ ബൈ ഡോട്ട് ഈക്വൽ ടു ഡെൽ ക്രോസ് ബി ബൈ μ0. ഓക്കെ, രണ്ട് സൈഡിലും ഡെൽ ഡോട്ട് ഉണ്ടല്ലോ, സോ യു ക്യാൻ റിമൂവ് ദാറ്റ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ജെ പ്ലസ്, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ജെ പ്ലസ് ε0 ഡോ ഇ ബൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ബി ബൈ μ0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് μ0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ബി അല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ ക്രോസ് ബി എന്ന് മാത്രമാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ μ0 ഇൻറ്റു ജെ പ്ലസ് ε0 ഡോ ഇ ബൈ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്, മാക്സ്വെൽ വരുത്തിയ മോഡിഫിക്കേഷൻ. ഓക്കെ, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ജെ പ്ലസ് ഡോ ഡി ബൈ ε0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു ആംബിയേഴ്സ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോമായിട്ട് പറഞ്ഞത്. പക്ഷേ ദിസ് ഇസ് ദി മോഡിഫൈഡ് ഫോം ഓഫ് ആംബിയേഴ്സ് ലോ അല്ലേ. ഇതാരാണ് മോഡിഫിക്കേഷൻ വരുത്തിയത്, മാക്സ്വെൽ ആണ് ഈ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ε0 ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്നൊരു ടേം നേരത്തെ ഉണ്ടായിരുന്നത് μ0 ജെ എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ആ ജെയുടെ കൂടെ ε0 ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്നൊരു ടേം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻകൺസിസ്റ്റൻസി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു ഇൻകൺസിസ്റ്റൻസി, LHS 0 ആയിട്ടും RHS നോൺ 0 ആയിട്ടും വന്നതായിരുന്നു ഇൻകൺസിസ്റ്റൻസി. എന്ന് പറഞ്ഞാൽ മാക്സ്വെല്ലിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന റിലേഷനിൽ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ എന്ന് പറയുന്ന റിലേഷനിൽ ഡൈവർജൻസ് എടുത്തു കഴിഞ്ഞാൽ LHS 0 ആയിട്ടും RHS നോൺ 0 ആയിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എറർ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജെയുടെ കൂടെ ε0 ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്ന ടേം ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇനി ജെ എന്ന് പറയുന്നത് ആരാ, കറണ്ട് ഡെൻസിറ്റിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്ന ഈ ടേം, ആഡ് ചെയ്യപ്പെടുന്ന ടേം എന്ന് പറഞ്ഞാൽ ε0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇതെന്താണ്, ദിസ് ഇസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് current, displacement current density JD, okay, which is known as displacement current density JD.
ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എപ്സിലോൺ 0 ഞാൻ ഡിഫറൻഷിയേഷൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ 0 ഇ എന്ന് എഴുതാം അല്ലേ. എപ്സിലോൺ 0 ഇ എന്ന് പറയുന്ന ആൾ ആരാണ്? അതാണ് ഡി, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഡി. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ 0 എന്ന് പറയാം, അല്ലെങ്കിൽ ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയാം. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സ്വെല്ലിൻ്റെ റിലേഷൻസ്. അപ്പോൾ നമ്മൾ മാക്സ്വെൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഓൾറെഡി തെറ്റൊന്നും ഇല്ലാത്തൊരു 3 റിലേഷൻ ഉണ്ട്. 2 ഡൈവർജൻസ് റിലേഷനും ഒരു കേൾ റിലേഷനും. അതും പിന്നെ ഈ മാക്സ്വെൽ മോഡിഫൈ ചെയ്ത 4th റിലേഷനും കൂടി 4 ഇക്വേഷനെയും കൂടിയും ഒരുമിച്ച് വിളിച്ച പേരാണ് എന്ത്? മാക്സ്വെൽസ് റിലേഷൻസ്. അപ്പോൾ മാക്സ്വെൽസ് റിലേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് Gauss's law in electrostatics. This is first equation. Second relation എന്താണ്? അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. എന്താണ്? Gauss's law ഇൻ മാഗ്നറ്റിസം അല്ലേ. മൂന്നാമത്തെ റിലേഷൻ എന്താണ്? അത് തെറ്റൊന്നുമില്ലാത്ത കേൾ ഇക്വേഷനാണ്. del cross E is equal to minus dou B by dou T, that is differential form of Faraday's law. ഓക്കെ, 4th ഇക്വേഷൻ ആണ് മാക്സ്വെൽ എന്ത് വരുത്തിയത്? നമ്മുടെ ആംബിയസ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോം ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അതിൻ്റെ എറർ റെക്ടിഫൈ ചെയ്തിട്ട് എഴുതിയതാണ് എന്ത്? 4th ഇക്വേഷൻ, ദാറ്റ് ഈസ് mu 0 ഇൻറ്റു J plus epsilon 0 dou E by dou T. ഓക്കെ, അതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് മോഡിഫൈഡ് ആംബിയേഴ്സ് ലോ. ഓക്കെ, സോ ദീസ് 4 ഇക്വേഷൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ്, ഈ 4 ഇക്വേഷൻസിനെയും ഒരുമിച്ച് വിളിച്ച പേരാണ് എന്ത്? മാക്സ്വെൽസ് റിലേഷൻസ്, മാക്സ്വെൽസ് ഇക്വേഷൻസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഫ്രീ സ്പേസിലാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് ഫ്രീ സ്പേസ് ആണെങ്കിൽ അവിടെ എന്താ പ്രത്യേകത? അവിടെ ചാർജ് ഡെൻസിറ്റി റോ 0 ആയിരിക്കും, അതേപോലെ കറണ്ട് ഡെൻസിറ്റി ജെയും 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസിൽ നമ്മൾ എഴുതിയിട്ടുള്ള 4 ഇക്വേഷൻസിലും ഈ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ഇ റോ ബൈ എപ്സിലോൺ 0 ആയിരുന്നു, റോയ്ക്ക് 0 കൊടുത്താൽ ഇക്വേഷൻ 0 ആയിട്ട് മാറി. ഡെൽ ഡോട്ട് ബി 0 ആണ് ഓൾറെഡി. ഡെൽ ക്രോസ് ഇ മൈനസ് ഡോ ബി ബൈ ഡോ ടി, അതിനൊന്നും ചേഞ്ച് ഇല്ല. ലാസ്റ്റ് വൺ ഡെൽ ക്രോസ് ബി, അതിൽ mu 0 ഇൻറ്റു ജെ ഉണ്ട്, ജെ 0 ആണ്, അപ്പോൾ ബാക്കി ജെ ഒഴിവാക്കിയിട്ടുള്ള എഴുതിയാൽ മതി. mu 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ദീസ് ആർ ദി മാക്സ്വെൽസ് റിലേഷൻസ് ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആംബിയേഴ്സ് ലോയിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് കണ്ടു, അതിൽ മാക്സ്വെൽ വരുത്തിയ മോഡിഫിക്കേഷൻ എന്താണെന്ന് കണ്ടു, ആൻഡ് that results in 4 relations, that is the Maxwell's relations. And is Maxwell's relation equation of continuity in Lorentz force law. ഇതാണ് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള റിലേഷൻസ്. ഈ 4 റിലേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ലോറൻസ് ഫോഴ്സ് ഇക്വേഷനും ആയി കഴിഞ്ഞാൽ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഒരുവിധം ബേസിക് കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ക്ലിയർ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിലേഷൻസ് എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും അത് അറിഞ്ഞിരിക്കുക. ഈ ഇൻകൺസിസ്റ്റൻസി എന്താണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.